യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം. യേശുവിനെ സംസ്കരിക്കുന്നു. 38 മുതലുള്ള വാക്യങ്ങൾ. യഹൂദരോടുള്ള ഭയനിമിത്തം യേശുവിനെ രഹസ്യശിഷ്യനായി കഴിഞ്ഞിരിക്കുന്ന അരിമത്തയക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ പച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഇതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നാലും കല്ലറ സമീപത്തായിരുന്നാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. ഞാൻ ഈ വചനത്തോടൊപ്പം നിങ്ങൾക്ക് വേറൊരു ഒരു വചനം കൂടി പറഞ്ഞുതരാം. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 37 വാക്യം. ഒരു തിരുവെഴുത്താണത്. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ മരണസമയത്ത് പടയാളികൾ കുന്തം കൊണ്ട് കുത്തി. എനിക്ക് അങ്ങനെ കൂടുതൽ ആദ്യമായിട്ട് അറിയാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ട് കുഞ്ഞൊരു വാക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വാചകം ഞാൻ പറയണം. ഇപ്പം എത്ര തലമുറയായി നമ്മൾ യേശുവിനെ ആരാധിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ തലമുറകളോളം നോക്കി നിൽക്കുമെന്നാണ് ഈ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് AD സംഭവിച്ച കാര്യമാണ്. അത്രയും വർഷം, ഇന്നിപ്പോൾ 2026 ഇത്രയും വർഷം നമ്മൾ തലമുറകളോളം ജനിക്കുന്ന കുഞ്ഞു മക്കൾ തൊട്ട് മരിക്കുന്നത് വരെ, അത് മരിച്ചാലും നമ്മുടെ ആത്മാവിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവടക്കം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ജീവിതം തീരുമെന്ന് വിചാരിച്ചൊരു 2022 വിചാരിച്ചൊരു സെക്കൻഡ് എൻ്റെ ലൈഫിന് മുന്നോട്ട് പോകില്ല, എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ച ആ മൊമെൻറ്റിൽ നിന്ന് ദൈവം കേരളത്തിൽ നിന്ന് എടുത്തപ്പോൾ എന്നെ ഗൾഫിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അപ്പോൾ എന്നാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞാൻ പറയാം, നമുക്ക് ഈ 4 വർഷം 2022 തൊട്ട് 2026 വരെയുള്ള ഞാൻ ആ ഹിമാലയൻ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ആ കൊക്കയുടെ തുമ്പത്ത് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ അവിടുന്ന് വീണിട്ട് ഇങ്ങനെ കൈകാലിട്ടടിച്ച് ഒരു തുള്ളി മാംസം പോലും ഇല്ലാണ്ട് അസ്ഥി പോലും പറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കിടന്നെടുത്തുനിന്ന് എണീറ്റിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഗൾഫിലെത്തി. വലിയ ജോലിയൊന്നുമല്ല. നമ്മൾ ഇപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഗൾഫിൽ വരുന്നത്. പല പ്രാവശ്യം വരുമ്പോഴും അസുഖം പിടിച്ച് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയി വീണ്ടും വേറി വന്നു. ഇപ്പോഴും അസുഖത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ജോലി ചെയ്യുന്നൊരു ഇതിൽ. ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയൊരു സെക്കൻഡ് മുന്നോട്ട് പോവില്ല, അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ചിരിക്കുന്ന മുഖമായിട്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്ന മറ്റുള്ളൊരു ഫേസ് ചെയ്യാൻ പറ്റുന്ന മുഖമായിട്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക.